ക്ഷേത്രോത്സവത്തിനിടെ വൈദ്യുതി വിളക്കുകൾ നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധർ. കോട്ടപ്പടി വടക്കുംഭാഗം ശ്രീ ഗണേശ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. വൈദ്യുതി വിളക്കുകളും വയറിംഗും നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർ ഇതോടൊപ്പം ട്യൂബ് ലൈറ്റുകളും മോഷ്ടിച്ചതായി കണ്ടെത്തി. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നടന്നതായി സംശയിക്കപ്പെടുന്നത്. തലേദിവസം വടക്കുംഭാഗം ശ്രീ ഗണേശ ശാസ്താ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും മറ്റും സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ആവശ്യത്തിനാണ് ദീപാലങ്കാരങ്ങൾ തീർത്തിരുന്നത്. പരിസര പ്രദേശം മുഴുവനും വൈദ്യുത വിളക്കുകൾ ഉപയോഗിച്ച് അലങ്കരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായ വൈദ്യുതി വിളക്കുകളും വയറിങ്ങും ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയായിരുന്നു. ട്യൂബ് ലൈറ്റുകൾ മോഷ്ടിച്ചതായും കണ്ടെത്തി. ഉത്സവത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് ശേഷം രാത്രി 12 മണി കഴിഞ്ഞും പരിസരത്ത് നാട്ടുകാരുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം എന്നാണ് അനുമാനം. വൈദ്യുതി വിളക്കുകൾ നശിപ്പിച്ചതിന് പിന്നിൽ ചിലരെ സംശയമുള്ളതായും നാട്ടുകാർ വെളിപ്പെടുത്തി. 1 തീയതി വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ഈ പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആരോ നിരീശ്വരവാദികളോ ആരോ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുകയാണ്. വടക്കുംഭാഗം ഉത്സവത്തിന് വേണ്ടി ഞാൻ ദീപാരാധന ലൈറ്റ് സൗണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. 3-5 വർഷമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാൾ പോവുകയും ചെയ്തു. ട്യൂബും വയറും ഒക്കെ കൊണ്ടുപോകുമെന്ന് പറയുകയും ചെയ്തു. 2 ട്യൂബ് കൊണ്ടുപോയിട്ടുണ്ട്. കടയിലും ഭണ്ണാത്തും കിട്ടുന്ന സൂര്യമാല കംപ്ലീറ്റ് മുറിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരം എനിക്ക് തന്നെ 10 മുകളിലെങ്കിലും ഇങ്ങനെ വരും. റൈറ്റ് മുടക്ക് വരും. 10,000 രൂപയോളം വിലപിടിപ്പുള്ള വൈദ്യുതി വിളക്കുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ ഇത് സംബന്ധിച്ച് കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടപ്പടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.